പ്രാർത്ഥനയ്ക്ക് ദൈവം ഫലം തരുമെന്നോർത്ത് നമ്മൾ പ്രാർത്ഥിച്ചോണം. ഞാൻ ചങ്ങനാശ്ശേരി എരവിചിറ പള്ളിയിൽ ധ്യാനിപ്പിക്കുന്നു. ഒരു വീടിന്റെ വാതിലൂടെ പോകുമ്പോൾ ഈഴവ സ്ത്രീ വന്ന് കരഞ്ഞോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. പശു പെറ്റു, 7 ലിറ്റർ പാലുള്ള പശുവാ, കാൽസ്യമില്ല, തളർന്നു കിടക്കുക, എന്തെങ്കിലും ചെയ്യണം. ഞാനവിടെ ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചാൽ പിന്നീട് വേറെ വല്ല വിമർശനവും വന്നാലോ. കൂടെ വന്ന ചേട്ടൻ അച്ഛൻ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു. അവിടെ വിശ്വാസം കൊണ്ടല്ലേ ഞാൻ പ്രാർത്ഥിച്ചു. ഊറാല കരുതലിട്ട് ആനമ്മളോട് പശുവിന്റെ അടുക്കൽ ചെന്നു. തല, കണ്ണ്, ചെവി, കയ്യ്, കാല്, വയറ്, വാല് എല്ലായിടത്തും കുരിശും വരച്ച് ആനാമള്ളവും തെളിച്ചു. പോരാൻ നേരം ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, നിന്റെ നാമത്തിൽ ഞാൻ പശുവിനെ ആശീർവദിച്ചിട്ടുണ്ട്, ഞാനങ്ങ് പോകും, എഴുന്നേറ്റില്ലെങ്കിൽ നിനക്കാ നാണക്കേട്, ഇതിനെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തിയാക്കണം. ഞാൻ പഴുമുറിച്ചു. ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോൾ എന്റെ കൂടെ വന്ന വാർഡ് ലീഡർ ഓടി വരുന്നു. എങ്ങനെയുണ്ട് എന്റെ അച്ഛൻ പോയി കഴിഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞ് പശു എഴുന്നേറ്റു, ഒരു കുഴപ്പമില്ല. ഡോക്ടർമാർ പറഞ്ഞത് കാൽസ്യം കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇത് നേരെയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ അതുകൊണ്ട് ഈ 2 കുരിശ് ഒന്ന് ഓതിത്തരണം. ഒന്ന് പശുവിന്റെ തലയെ കേട്ടാൻ, മറ്റേത് വാലയെ കേട്ടാൻ അവർ പറഞ്ഞിട്ടാണ്. ഞാൻ കുരിശ് വെഞ്ചരിച്ചു കൊടുത്തു. അത് തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോരുള്ളൂ. എന്നും എഴുന്നേൽക്കുമ്പോൾ നെഞ്ചിൽ ഒരകവാള്, ഇടിവാള്. പശു വീണോ എഴുന്നേറ്റോ. അവസാനം ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ തമ്പുരാനെ, ഞാൻ തിരിച്ചു ചെല്ലുന്നത് വരെയെങ്കിലും, ഇവിടുന്ന് പോന്നിടം വരെയെങ്കിലും ഈ പശുവിനെ വീഴാതെ നീ തന്നെ നോക്കുകയാണ്. ആ പശുവിന് പിന്നെ ഒരു കുഴപ്പമില്ല. Subscribe and follow me.